രാഷ്ട്രീയ പ്രവർത്തനം ഉപജീവന മാർഗമാക്കാത്ത നേതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. കൊല്ലത്തുമുണ്ട് അങ്ങനെ ഒരാൾ. അദ്ദേഹത്തെ പരിചയപ്പെടാം. പരിചയപ്പെടുത്താം. ഇത് സുഭാഷ് കല്ലട, RSPയുടെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള RVFന്റെ കൊല്ലം ജില്ലയുടെ സെക്രട്ടറിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സുഭാഷിനെ ഈ ഒരു വേഷത്തിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസമായിട്ട് ഞാൻ ശില്പിയാണ്, അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണെന്നൊക്കെ അറിയുന്നത്. നേരത്തെ തന്നെ ഇതിന്റെ പണി ചെയ്യുന്നുണ്ടായിരുന്നോ? ഉണ്ട്, ഒരു 10-16 വർഷം കൊണ്ട് പണി. ആദ്യം രാഷ്ട്രീയമായിരുന്നോ അതോ? രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തും മേശിരി പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് ജോലിക്ക് പോകും. ചേട്ടൻ ഇങ്ങനെ ഡിസൈൻ വർക്കൊക്കെ ചെയ്യുന്നത്, മേശിരി പണിയുടെ കൂടെ ഡിസൈൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു വർക്ക്, ഇങ്ങനെ തൂണിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഒരു ആർട്ട് വർക്ക് ഞാനിവിടെ കയറി ചേട്ടൻ്റെ കൂടെ ഒക്കെ ചെയ്തു. കൊച്ചിലെ വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ചെറുതായിട്ട്. ഇതിപ്പോൾ ഒരു 3.5 ദിവസമായി തുടങ്ങിയിട്ട്. ചിലപ്പോൾ 4 ദിവസമായി. ഒരു ദിവസം ഉച്ച വരെ ഇന്നിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വന്നു. ഒന്ന് മെയ്ദിനമായിരുന്നു. മെയ്ദിനത്തിൻ്റെ അന്നാ പോയെ. പറഞ്ഞിക്കാൻ ഒരു മെയ്ദിന പരിപാടിയിൽ മെയ്ദിന റാലി പങ്കെടുത്ത് വന്ന് അതിൻ്റെ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് വന്നു. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ വണ്ടിക്കകത്ത് നമ്മുടെ ഡ്രസ്സുമായിട്ടാണ് വരുന്നത്. വെള്ള പിന്നെ ഉണ്ട്, വൈറ്റില്ല. അതെ. അതല്ല, അതൊരിക്കലും അല്ല. രണ്ടും രണ്ടായി കാണുന്ന ആളാണ്. അറിയാലോ, കൊല്ലത്തൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ രാഷ്ട്രീയം വേറെ ലെവലിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ നേതാക്കന്മാരും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്താണ് പറയാറുള്ളത്? അവർക്കൊക്കെ അറിയാം. ഞാൻ ശുഭ ജോൺ അറിയാം, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പുള്ളിക്ക് അറിയാം, പിന്നെ NK പ്രേമേന്ദ്രനെ അറിയാം. നമ്മുടെ ഒരു മേഖല ഇതൊക്കെയാണ് എന്നവർക്കറിയാം. എങ്ങനെ കൊണ്ടുവന്നു ഇപ്പം ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും ഈ ഉപജീവന മാർഗവും കൂടി? അത് കൊച്ചിലെ ഏതൊരു മെയ്വഴക്കം ആയിരിക്കാം. കൊച്ചിലെ അങ്ങനെ തന്നെ ഞാൻ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു സാഹചര്യം അങ്ങനെയാണ്. പണിയും നമ്മുടെ ജീവിത സാഹചര്യം ഒന്നും ഒരിക്കലും പൊളിറ്റിക്സിൽ നമ്മൾ ഇടകലർത്തിയിട്ടില്ല. അവരോട് പറയാൻ ഉള്ള ഇതേ ഉള്ളൂ. അവര് നമ്മൾ രാഷ്ട്രീയം ഉപജീവന മാർഗമായി ആരും കൊണ്ട് നടക്കരുത് എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയത്തിന് അതിൻ്റേതായ വേറൊരു മൂല്യമുണ്ട്. അതിനെ ആ തരത്തിൽ കാണുക. തൊഴിൽ ഒരിക്കലും ചിലർ അവരുടെ തൊഴിൽ മേഖല പലരും മറച്ചു വയ്ക്കുന്നതുണ്ട്. എൻ്റെ കാര്യമില്ല. സിനിമ 2 പടത്തിൽ അഭിനയിച്ച്, ഒരു പടത്തിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് ശുഭോണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് പറഞ്ഞ ഒരു വാക്കിൽ ഭയങ്കര സന്തോഷം തോന്നി. കാര്യം രാഷ്ട്രീയവും ഉപജീവന മാർഗവും രണ്ടായി കാണാം. രാഷ്ട്രീയത്തെ ഉപജീവന മാർഗമായി കാണാതെ പ്രവർത്തിക്കണം. അത് ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് സുഭാഷ് കല്ലട. എല്ലാവിധ ആശംസകളും. താങ്ക് യു. പണിയെടുക്കട്ടെ.